ഇവൻ ആള് നിസ്സാര കക്ഷിയൊന്നുമല്ല. ആ ശബ്ദം ഇറ്റ് ഈസ് വെരി ഫെമിലിയർ. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ചന്ദ്രനോടൊന്നും പറഞ്ഞിട്ടില്ല. യെസ്, അത് മമ്മൂട്ടിയാ. പാണപ്പറമ്പിൽ ഇസ്മായിൽ മുഹമ്മദ് കുട്ടി എന്ന മലയാളികളുടെ സ്വന്തം മമ്മൂട്ടി. അതെ, മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ. 73 വയസ്സായി മമ്മൂട്ടിക്ക് പ്രായം. ഒരുപക്ഷെ ലോകത്ത് 73 വയസ്സുള്ള ഒരേ ഒരു ചെറുപ്പക്കാരൻ മമ്മൂട്ടി മാത്രമായിരിക്കും. സാധാരണ നിലയിൽ നമുക്കൊക്കെ പിറന്നാളാവുമ്പോൾ ഒരു വയസ്സ് കൂടുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഒരു വയസ്സ് കുറയുന്നതായിട്ടാണ് പലപ്പോഴും പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരാധകരും ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരുമൊക്കെ നമ്മുടെ നാട്ടിൽ പലവിധ ജനസേവന പ്രവർത്തനങ്ങളുമായി തിരക്കിലാണ്. വർഷങ്ങൾ കഴിയും തോറും മമ്മൂട്ടി കൂടുതൽ ചെറുപ്പമാവുകയും അതിലേറെ സുന്ദരനാവുകയും ചെയ്യുന്നത് അദ്ദേഹം ഒരു സിനിമാ നടനായതുകൊണ്ടാണ്. സിനിമാ മേഖലയിൽ നിലനിൽപ്പ് ഒരു പ്രധാന ഘടകമാണ്. കൂടുതൽ ആരോഗ്യത്തോടു കൂടിയും സൗന്ദര്യത്തോടും കൂടിയും നിലനിന്നെങ്കിൽ മാത്രമേ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ അർത്ഥത്തിൽ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന കഠിനമായ പരിശ്രമങ്ങളും വ്യായാമ മുറകളും ഭക്ഷണ ക്രമീകരണങ്ങളുമൊക്കെ സിനിമാ മേഖലയിലുള്ള ഏതൊരാൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം, മമ്മൂട്ടിയെ പലരും മെഗാസ്റ്റാർ എന്നും മഹാനടനെന്നൊക്കെ വിശേഷിപ്പിച്ച് കാണാറുണ്ട്. അത്തരം പദപ്രയോഗങ്ങൾ വളരെ അരോചകമായ ഒന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മഹാനടൻ, മെഗാസ്റ്റാർ അല്ലെങ്കിൽ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ അർഹരല്ല. ആ അർത്ഥത്തിൽ മഹാനടൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു നടൻ എൻ്റെ കാഴ്ചപ്പാടിൽ തിലകൻ ചേട്ടനാണ്. തിലകൻ ചേട്ടന് മുമ്പും ശേഷവും അത്തരം മഹാനടൻ എന്ന പ്രയോഗത്തിന് അർഹരായ ഒരു നടന്മാരും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായവും കാഴ്ചപ്പാടും. അച്ഛനായും അമ്മാവനായും അനന്തരവനായും മകനായും സഹോദരനായും കള്ളനായും ചട്ടമ്പിയായും പോലീസുകാരനായും ജഡ്ജിയായും ഗുണ്ടയായും ബോസായും മുത്തച്ഛനായും എന്നുവേണ്ട ഒരു മനുഷ്യായുസിൽ നമ്മൾ കണ്ടുമുട്ടിയേക്കാവുന്ന മുഴുവൻ കഥാപാത്രങ്ങളെയും ആടിത്തിമിർത്ത ശേഷമാണ് മഹാൻ നടൻ തിലകൻ അരങ്ങൊഴിഞ്ഞത്. മമ്മൂട്ടിയുടെ അഭിനയത്തെ വിലയിരുത്തുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷനാണ്. കഥാപാത്രത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ശബ്ദത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്ന വിന്യാസങ്ങൾ പലപ്പോഴും കഥാപാത്രങ്ങളെ പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയിരുത്താൻ സഹായിക്കാറുണ്ട്. അത്തരത്തിൽ ശബ്ദവിന്യാസങ്ങളിൽ അദ്ദേഹത്തിനുള്ള കഴിവ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവ് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മമ്മൂട്ടിയിൽ നിന്നും മറ്റ് താരങ്ങൾ കണ്ടുപഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് യുവതാരങ്ങൾ. 1-2 സിനിമകൾ വമ്പൻ വിജയമായി കഴിഞ്ഞാൽ പിന്നെ ഞാനും സൂപ്പർ സ്റ്റാറായി, ഇനി തിരക്കഥാകൃത്തുക്കളും സംവിധായകരുമൊക്കെ തൻ്റെ സമയം ചോദിച്ച്, തൻ്റെ ഡേറ്റ് ചോദിച്ച് തൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന മനോഭാവത്തിൽ നടക്കുന്ന യുവതാരങ്ങളിൽ പലരും തങ്ങളുടെ അടുത്ത സിനിമയിൽ എനിക്കൊരു ചാൻസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തിരക്കഥയിൽ എനിക്ക് പറ്റിയൊരു കഥാപാത്രം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ച് യുവ സംവിധായകരുടെയും എഴുത്തുകാരുടെയും വാതിലിൽ മുട്ടുന്ന മമ്മൂട്ടിയുടെ അഭിനയത്തോടുള്ള ആർത്തിയും അഭിനിവേശവും യുവതാരങ്ങൾക്ക് മാതൃകയാക്കാവുന്നൊരു കാര്യമാണ്. യുവ എഴുത്തുകാരൻ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞതുപോലെ പുതിയ സിനിമകൾക്ക് വേണ്ടി, പുതിയ കഥകൾക്ക് വേണ്ടി മലയാള സിനിമയുടെ മനയ്ക്കൽ കസേര വലിച്ചിട്ട് അതിൽ കാത്തിരിക്കുന്ന ഒരു ചാത്തനാണ് മമ്മൂട്ടി. മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ.